ഇന്ത്യയുടെ കിരീടം ആര് ധരിക്കും? ഇന്ത്യ ഇനി ആര് ഭരിക്കും? 2024 ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് ജനം ആർക്കൊപ്പം? കാണാം ഫോക്കസ് ജനഹിതം 2024. രാഹുൽ ജയശങ്കർ അങ്ങനെ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനഹിതം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണല്ലേ? തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കൃത്യം നാളെ രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കും. അതേ, ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുമാണ് എണ്ണുക. മണിക്കൂറുകൾക്കകം തന്നെ ലീഡ് നിലയും അതുപോലെ ട്രെൻഡും ഒക്കെ നമുക്ക് അറിയാനാകും. തീർച്ചയായും വലിയ ആകാംക്ഷയിലാണ്, ഉദ്യോഗത്തിന്റെ മുൻമുരയിലാണ് എല്ലാവരും. എന്താ മിസ്റ്റർ രാഹുൽ, വലിയ സന്തോഷത്തിലാണല്ലോ? ഒരു രാവിലെ വന്നപ്പോൾ മുതൽ ഈ ചിരി കാണുന്നുണ്ട്. ചിരി കാണാതിരിക്കത്തില്ല, കാരണം എക്സിറ്റ് പോളുകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു സന്തോഷം കാണും. അത് തന്നെ ഇല്ലാതിരിക്കുമോ? പൊതുവെ എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് BJP തൂത്തുവാരും എന്ന് തന്നെയാണ്. ശരി, ആയിക്കോട്ടെ, തൂത്ത് വാരിക്കൊള്ളുക. അതിന്റെ കൂടെ ഇന്ത്യയെ മുഴുവൻ അങ്ങ് തൂത്തുവാരി വെട്ടിയിലാക്കി കൊണ്ടുപോകരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. എനിക്ക് ഈ ജയശങ്കറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സന്തോഷമൊന്നുമില്ല, ആകപ്പാടെ ഒരു വിഷമമാണ്. എന്താണ് ഈ ആ ഒരു തരിയുള്ള കനല് കൂടി ഇല്ലാതാവോ? അതാണ്, കനലൊരു തരി മതി അങ്ങ് ആളി പടരും. പക്ഷെ ഉള്ള കനല് നാളെ കഴിയുമ്പോഴത്തേക്ക് അവിടെ കാണണേ എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാ മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ്. നാളെ രാവിലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടല്ലേ? പറയാമോ? തീർച്ചയായും. നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ രാവിലെ 5:30 തന്നെ തുറക്കും. മുൻ വർഷങ്ങളിൽ ഇത് 7:30 ശേഷമാണ് തുറന്നിരുന്നത്. എന്നാൽ ഇത്തവണ പതിവിലും വിപരീതമായി പുലർച്ചെ തന്നെ വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. തീർച്ചയായും. അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും, അതായത് ETPB, വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ ഉൾപ്പെടെ ഉള്ളവരുടെ തപാൽ ബാലറ്റുകളുമായിരിക്കും അടുത്ത ആദ്യ അരമണിക്കൂറുകളിൽ എണ്ണുക. അടുത്ത അരമണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. കൗണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൗണ്ടിംഗ് സൂപ്പർവൈസർ വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച് കേടുപാടുകളില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മുദ്ര പൊട്ടിക്കും. തീർച്ചയായും ഓരോ റൗണ്ടിലും എല്ലാ വോട്ടിംഗ് മെഷീനുകളും എണ്ണിത്തീർന്ന ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകർ അതിൽ നിന്നും ഏതെങ്കിലും 2 മെഷീൻ എടുത്ത് അതിലെ കൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പാക്കും. അത് കഴിഞ്ഞാൽ ആ റൗണ്ടിന്റെ ടാബുലേഷൻ നടത്തി ആ റൗണ്ടിന്റെ റിസൾട്ട് റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ച് രേഖപ്പെടുത്തും. എല്ലാ റൗണ്ടിലെയും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ VVPAT സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തുകയുള്ളൂ. ഒരു VVPAT മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീരാൻ 1 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ്. ഇതിന് ശേഷമാകും കൃത്യമായ അന്തിമ വിധി പ്രഖ്യാപനം ഉണ്ടാവുക. ആ അന്തിമ വിധി പ്രഖ്യാപിക്കുമ്പോൾ അറിയാൻ ആരാണ് വരുന്ന 5 വർഷം, അടുത്ത 5 വർഷം ഇന്ത്യയെ ആരാണ് നയിക്കാൻ പോകുന്നത്, ഭരിക്കാൻ പോകുന്നത് എന്ന് അറിയാൻ സാധിക്കും. എന്താണെങ്കിലും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ത്യയുടെ കിരീടം ആര് ധരിക്കും, ഇന്ത്യ ഇനി ആര് ഭരിക്കും അല്ലെ? അതാണ് നമ്മുടെ ഫോക്കസിന്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ജനഹിതം 2024 ഫോക്കസിന്റെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ഉദ്വേഗത്തിന്റെ നിമിഷങ്ങളാണ്. നമ്മളാലാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ സമയവും ട്രെൻഡിനോടൊപ്പം നിൽക്കുന്നത് തന്നെയാണ് ഫോക്കസ് ന്യൂസ് ടിവിയുടെ ശീലം. നമ്മുടെ പ്രേക്ഷകർ നമ്മളോടൊപ്പം തന്നെ നിൽക്കാറുമുണ്ട്. എത്ര വലിയ സാറ്റലൈറ്റ് ചാനലായിരുന്നാലും നമ്മുടെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ചാനൽ എന്നുള്ള ഒരു പ്രീതി നമുക്കുണ്ടോ? തീർച്ചയായും. ഒരു വലിയ ഒരു ഫോക്കസ് വാർത്തയെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനസമൂഹം മലയാളികൾ ഉണ്ട്. അത് ഇന്ത്യക്ക് പുറത്തും അടക്കം നിരവധി മലയാളികൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ കാത്തിരിക്കുന്ന ആളുകൾക്ക് മുൻപിലേക്ക് നാളെ രാവിലെ കൃത്യം 7 മണി മുതൽ തത്സമയ റിപ്പോർട്ടുകളുമായി ഫോക്കസ് ന്യൂസ് TV തത്സമയം ഉണ്ടാകും. നിങ്ങളും ഒപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. തീർച്ചയായും.